ഹായ്, നല്ല തിരക്കിലാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഹൗ ഡു ഐ ലുക്ക്? ക്യൂട്ട്. ഓക്കെ, അപ്പോൾ നല്ല കോലം കെട്ടിരിക്കുകയാണ്. നമ്മൾ ബ്യൂട്ടിഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല തിരക്കിലാണ്. കാര്യം പറയാം, നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പുത്രൻ ഇന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. 100 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടന്റെ തിരിച്ചുവരവ് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഗൈസ്? അങ്ങനെ ഇന്ദ്രചൂടനെ വരവേക്കാൻ വേണ്ടിയിട്ട് പോകാനൊക്കെ ഇരുന്നതാണ്. പക്ഷേ ഇന്ദ്രചൂടന്റെ വരവ് എപ്പോഴാണ് നമുക്കൊരു പിടുത്തമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി മുരുകൻ ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അപ്പനെ പോകണ്ടേ? പോയിക്കണ്ട് നമുക്ക് കൺഗ്രാജുലേഷൻസ് പറയണ്ടേ? അപ്പനെ വൈകിപ്പിക്കേണ്ട, കൈയോടെ ഇറങ്ങിയേക്കാം അല്ലേ? കമോൺ ഗൈസ്. ഓക്കെ, ബാഗൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് ദിസ് ഇസ് ഓൾ ഫാസ്റ്റ് പ്ലാനിങ്. അതുകൊണ്ട് മൊത്തത്തിൽ എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുവാണ്. എന്തൊക്കെയൊക്കെയോ ഞാൻ കാണിക്കുന്നു. വാച്ച് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഓക്കെ, വാച്ച്, റിങ്, ക്ലിപ്പ്, ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഫോണ് കിടക്കുന്ന കോലമൊന്നും നിങ്ങൾ ആരും നോക്കരുത്, ശ്രദ്ധിക്കരുത്, കാണരുത്. ഓക്കെ, മതി, പോവാം. ഔട്ട് ഔട്ട് ഔട്ട്, ലെറ്റ്സ് ഗോ ഗൈസ്. ഊബർ ബുക്ക് ചെയ്തേക്കാണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ 4 minutes ആണ് കാണിക്കുന്നത്. നമ്മൾ നന്നായിട്ട് വൈകി. എനിക്ക് അറിഞ്ഞൂടാ. സമയം 10 മണിയായി. 10 കാലായി. 10 കാലായോ? ആക്ച്വലി വെരി 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 മച്ച് എക്സൈറ്റഡ്. 100 ദിവസമല്ലേ? എയർപോർട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. വണ്ടി പോകണം. സമയ മോളുണ്ടാവേ, നീ മോളിട്ട് ഇറങ്ങുന്നത്. അയ്യോ, ഇതെന്തോ നിങ്ങൾ ഇവിടെ വരാനാണ് വിളിച്ചോണ്ടിരുന്നേ? ഇത് ഭയങ്കര സർപ്രൈസ് ആണ്. ഇതിപ്പോ ഞാൻ നോക്കുമ്പോ ഇത് ഏതാ സാരം? അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ മൈൻഡ് ചെയ്ത് അവന്റെ അടുത്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു താഴത്ത്
സിനിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇതിനായിരുന്നല്ലേ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാം പറഞ്ഞ എന്റെ അടുത്ത് നിങ്ങളെ കുറെ സ്റ്റോറി ഇട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു കേട്ടാ. ഓക്കെ പോലെ പറയാം. അതൊക്കെ ധാരാളമാണ്. എന്തുകൊണ്ട് ഹാപ്പിയാണ്? എന്ത് ഹാപ്പിയാ? അടിപൊളി. ഓ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസാ. ലൈഫ് ടൈമിൽ ഒരിക്കലും മറക്കത്തില്ല. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്റെ ലൈഫിൽ ഒരിക്കലും കിട്ടത്തില്ല. അതിനൊരു ഭാഗ്യമാണ് അതിനകത്ത് കയറിയിട്ട് അങ്ങനെ. പിന്നെ ശരിക്കും അല്ല 100 ദിവസം നിക്കാന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളി. ഉമ്മയാണ് തളർന്നത്. ഇവിടെ പ്രതീക്ഷയില്ലടി. ഞാൻ ഇവിടെ ഇപ്പൊ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അതാണ് പിടിച്ചെടുത്ത്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ആടാ ഞാനിപ്പോ സത്യം പറഞ്ഞ ഒരു ന്യൂ ബോൺ ബേബി പോലെയാണ്. എനിക്ക് ഈ ലോകത്ത് ഒരു ബന്ധവുമില്ല. ഇപ്പൊ വന്ന് ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പോഴും റിലേ വന്നോ? ഇപ്പൊ മെല്ലെ വരുന്നുള്ളൂ. മെല്ലെ വരുന്നു. ശരിക്കും നിങ്ങൾ ആരും കാണില്ല? ആരും കാണാനാണ്? ഇല്ല, ആരും കാണത്തില്ലടി. ആരും കാണാനാ? ഇടയ്ക്ക് മറ്റു ടാസ്കിന് വേണ്ടി നിങ്ങൾ സാധനം കൊണ്ടുവെക്കണം. അതൊരു മറ്റു മാസ്ക് ഇട്ട് റോബോട്ട് വരും. ഒരു വികാരവും ഇല്ലാതെ കൊറേ ഏതോ കൊറേ റോബോട്ട് വരും. കുറെ ആൾക്കാരും നമുക്ക് സൈക്കോളജിക്കലി അവർ അങ്ങനെ അവർ കീപ്പ് ചെയ്യുന്നത്. അതെല്ലാം ഒരു പ്രഷർ കുക്കറാണെന്ന് പറയണത്. നമ്മൾ മെന്റലി എത്ര സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ അവിടെ വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പൊളിക്കാം. അങ്ങനെ അതും കണ്ടു. നമ്മുടെ ചേട്ടനെ കണ്ടു ആഫ്റ്റർ 100 days. 100 days. It was memorable. കയ്യും കാലൊക്കെ ആദ്യം നമ്മൾ കെട്ടിപിടിക്കുമ്പോൾ നമുക്കൊരു കയ്യും കാലും നിറയ്ക്കോ ഇതൊക്കെയോ ചോദിക്കണം പറയണം എന്നൊക്കെ ഉണ്ട്. വിഷമം വരുന്നു. It was a memorable experience. അങ്ങനെ സമയം രാത്രി 11:30 ഗൈസ്. നമുക്ക് ഉറങ്ങണ്ടേ? വേണ്ടേ? നമുക്കിനി പോയി കിടന്ന് ഉറങ്ങാം. അപ്പം ചേട്ടൻ വന്നു. ഇനിയപ്പോ നമ്മൾ പൊളിക്കാൻ പോവാണ്. യൂട്യൂബ് വീഡിയോസും ഷോർട്സും റീലും ഒക്കെ ആയിട്ട് നമുക്ക് മറ്റേ അതൊക്കെ എടുക്കണ്ടേ? കുറേ റീൽസൊക്കെ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ കുറച്ചൊരു 2-3 ദിവസത്തേക്ക് ഒത്തിരി കൂടി തിരക്കുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഫ്രീ ആണ്. ഇനിയും ഒരുപാട് ചേട്ടൻ അനിയത്തി കോമ്പോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. മുടിയൻ ചേട്ടൻ യൂട്യൂബ് ചാനലൊക്കെ ഓൺ പവറാണ്, വരാനാക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ടിൽ ദാറ്റ് ദിസ് ഇസ് മി ശിവാനി മേനോൻ സൈനിങ് ഓഫ്. ബൈ ബൈ. ലവ് യു ഓൾ.